വെൽക്കം ടു ട്യൂട്ടി ടൂട്ട്. 2024 ഫെബ്രുവരി 21 നടന്ന SSC GD എക്സാമിൻ്റെ ഷിഫ്റ്റ് 1-ലെ മാത്തമാറ്റിക്സ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവാലുവേറ്റ് 6 + 2 × 9 - 4 / 2. ഇവിടെ നമ്മൾ ബോർഡ് മാസ് തിയറി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം തന്നെ ബോർഡ് മാസിൽ ആദ്യം ബ്രാക്കറ്റിലുള്ളതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അപ്പോൾ 6 + 2 × 9 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 / 2. ഇനി അടുത്തത് ചെയ്യുമ്പം 6 + 5 / 2 ആണ് വരിക. 2 × 5 / 2. ഈ 2 ക്യാൻസൽ ആയിപ്പോയി. അപ്പം 6 + 5 11. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Ramesh salary is 20% more than Raman's salary. If Ramesh saves rupees 33,750, which is 75% of his salary, then what is Raman's salary? അതായത് രാമൻ്റെ സാലറി എന്ന് പറയുന്നത് 100 ആക്കി എടുക്കുകയാണെങ്കിൽ രമേഷിൻ്റെ സാലറി എത്ര ശതമാനമാണ്? 120% ആയിരിക്കും. 120 ആയിരിക്കും. ഈ 120ൻ്റെ 75% ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? രമേഷിൻ്റെ സാലറീൻ്റെ 75% ആണ് സേവ് ചെയ്യുന്നത്. അതാണ് 33,750 എന്ന് പറയുന്നത്. അതായത് 120ൻ്റെ 75% എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 90 എന്ന് പറയുന്നതാണ് 33,750. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നതിൽ രാമൻ്റെ സാലറിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 33,750 / 90 × 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ 3927 പിന്നെ 7 5 37,500 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The selling price of an article is ₹1690. If discount of 35% is given, then what will be the market price of the article? അതായത് ഒരു ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 1690 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസിൻ്റെ 35% ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനമായിരിക്കും? 65% ആയിരിക്കും ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന 1690 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് മാർക്കറ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 1690 / 65 × 100 ചെയ്താൽ മതി. ഇവിടെ 5 × 13 65, 13 × 13 169, 26,000 എന്ന് കിട്ടും. 2600. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് 70% ഓഫ് ടോട്ടൽ ആർട്ടിക്കിൾസ് ആർ സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20% ആൻഡ് റിമൈനിങ് ആർട്ടിക്കിൾസ് ആർ സോൾഡ് അറ്റ് എ ലോസ് ഓഫ് 10%, then what will be the overall profit percentage? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പം കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് നമുക്ക്. അതിൻ്റെ 70% എന്ന് പറയുന്നത് ആ ആർട്ടിക്കിൾസിൻ്റെ 70% എന്ന് പറയുന്നത് 20% പ്രോഫിറ്റിലാണ് വിൽക്കുന്നത്. ബാക്കിയുള്ളത് അതായത് 30% എന്ന് പറയുന്നത് എത്രയാണ്? 10% ലോസിലാണ് വെക്കുന്നത്. ഇപ്പം നമുക്ക് ടോട്ടൽ 10 ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 10ൻ്റെ 70% എന്ന് പറഞ്ഞാൽ 7 ആർട്ടിക്കിൾ ഉണ്ടാവും. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ 3 ആർട്ടിക്കിൾ ഉണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 7 ആർട്ടിക്കിൾ വിൽക്കുന്നത് നമ്മൾ എത്ര പൈസയ്ക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 120 7 3. അപ്പം 7 ആർട്ടിക്കിൾ നമ്മൾ സെല്ല് ചെയ്യുന്നത് 120% അല്ലേ? അതായത് 20% പ്രോഫിറ്റിലാണ് സെല്ല് ചെയ്യുന്നത്. മറ്റേത് 10% ലോസിലാണ്. 10% ലോസിലാണ് സെല്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ 140 - -30 എന്ന് കിട്ടും. അപ്പോൾ ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്
140 മൈനസ് 30 110 വരിക. അതിൻ്റെ ഓവറോൾ പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പം ടോട്ടൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾസും കൂടി വരും. അപ്പം ഓവറോൾ പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 110 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് 10 വരുന്നത്. അപ്പോൾ ആൻസർ വരിക 11%. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2.3 ബാർ പ്ലസ് 4.3 ബാർ? ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കണം. എ ഡോട്ട് ബി ബാർ എന്ന് പറയുന്നത് എ ബി മൈനസ് എ ഡിവൈഡഡ് ബൈ 9 ആണ്. അങ്ങനെയാണെങ്കിൽ 2.3 ബാർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 23 മൈനസ് 2 ഡിവൈഡഡ് ബൈ 9, അതായത് 21/9. ഇനി 4.3 ബാർ എന്ന് പറയുന്നത് 43 മൈനസ് 4 ഡിവൈഡഡ് ബൈ 9, 39 ഡിവൈഡ് ബൈ 9. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 21ഉം 39ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 21 പ്ലസ് 39 എന്ന് പറയുന്നത് കൂട്ടാനല്ലേ പറഞ്ഞത്? 9 ബാക്കി 1 60, 60/9 എന്നാണ് ആൻസർ കിട്ടുക. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 60/9, 20/3. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 27 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 5 ഇൻറ്റു 15 മൈനസ് 14 പ്ലസ് 800 ഡിവൈഡ് ബൈ 25. ഇവിടെ നമ്മൾ ബോർഡ് മാസ് തിയറി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റിലൊക്കെ ചെയ്യാം. 27 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 5 7 35, ബാക്കി 3 1350 എന്ന് കിട്ടും. 1350 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു ഇവിടെ എന്താണ് വരിക? 1 വരിക. അപ്പോൾ 5 ഇൻറ്റു 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 5 പ്ലസ് 800 ഡിവൈഡ് ബൈ 25 എന്ന് പറയുന്നത് 32 ആണ് വരിക. അപ്പം ഇനി അടുത്തത് ചെയ്യേണ്ടത് 1350 ഡിവിഷനാണ് ചെയ്യേണ്ടത്. 25 ഇൻറ്റു 5 പ്ലസ് 32. ഇവിടെ നമുക്ക് ചെയ്യുന്ന സമയത്ത് 5 5 2 5 10 7 5 35 270 പ്ലസ് 32 302. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, P and Q together can complete a work in 30 days. Q and R together can complete the same work in 37.5 days. R and P together can complete the same work in 150 days. In how many days can all the three complete the same work while working together? ഇവിടെ 3 പേരുണ്ട്, പിയും ക്യൂവും ആറും. അതിൽ പിയും ക്യൂവും കൂടി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കുന്നുണ്ട്? 30 ദിവസം എടുക്കുന്നുണ്ട്. ക്യൂവും ആറും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 37.5, അതായത് 75/2 ഡേയ്സ് എടുക്കുന്നുണ്ട്. ഇനി ആറും പിയും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നുണ്ട്? 150 ഡേയ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 പേരും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ LCM കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 150 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര എഫിഷ്യൻസി വരിക? 5:4:1 എന്ന് കിട്ടും. അതായത് ടോട്ടൽ 10 അല്ലേ? അപ്പം P പ്ലസ് Q പ്ലസ് R പ്ലസ് P പ്ലസ് R ഇസ് ഈക്വൽ ടു 10 എന്നാണ് കിട്ടുക. അതായത് 2P 2Q 2R. അപ്പം P പ്ലസ് Q പ്ലസ് R എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും വരിക. ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി 30 ഇൻറ്റു 5 ആണ് വരിക. അത് നമുക്ക് 150 എന്ന് കിട്ടും. 150 വർക്ക് ചെയ്യാൻ 3 പേരും കൂടി ചേർന്നിട്ട് എഫിഷ്യൻസി എത്രയാണ്? 5.
അപ്പം 3 പേരും കൂടി ചേർന്നിട്ട് എത്ര ദിവസം എടുക്കും? 30 ദിവസമാണ് എടുക്കുക. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The average income of 35 employees is rupees K. If the income of manager is also included, then the average income becomes rupees 19,000. If the income of the manager is rupees 54,000, then what is the value of K? ഇത് നമ്മൾ നോർമൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാം? 35 എംപ്ലോയീസിൻ്റെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് K ആണെന്ന്. ഇനി ഇൻകം ഓഫ് മാനേജർ ഓഫ് ഓൾസോ ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും കൂടി കൂടും അല്ലേ? അതായത് 36 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 19,000 ആണ്. അതായത് ഒരാളുടെ മാനേജർ ആഡ് ചെയ്തപ്പോഴാണ് 19,000 വന്നത്. അപ്പം ആ മാനേജറെ സാലറി എന്ന് പറയുന്നത് 54,000 ആണ്. അപ്പം നമ്മൾ നോർമൽ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാം? 36 ഇൻറ്റു 19,000 മൈനസ് മാനേജർ സാലറി അല്ലേ, ഡിവൈഡഡ് ബൈ 35. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ Kൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 18,000 ആൻസർ കിട്ടുക. ഇതല്ലാതെ നമുക്ക് എലിഗേഷൻ മെത്തേഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. ഇത് കുറേ കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ നമുക്ക് നോക്കാം. ടോട്ടൽ 35 എംപ്ലോയീസിൻ്റെ K എന്ന് പറയുന്നത് ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി മാനേജർ സാലറി അല്ലെങ്കിൽ മാനേജറെ കൂടി കൂടിക്കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറയുന്നത് 54,000 അല്ലേ? രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ Kയും അതായത് 35 എംപ്ലോയീസിൻ്റെയും ഈ മാനേജറേയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എത്രയാണ് വരിക? 19,000 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇതിൻ്റെ ഡിഫറൻസ്, ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 35,000 എന്ന് വരും. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വരിക? 35 എംപ്ലോയീസും ഉണ്ട്, 1 മാനേജറും ഉണ്ട്. അപ്പം 35,000 ഡിവൈഡ് ചെയ്താൽ 35 വരും. ഇവിടെ നമുക്ക് കിട്ടേണ്ട വാല്യൂ 1:1 എന്നല്ലേ? 1:1 എന്ന് പറഞ്ഞാൽ ഇവിടെ 35,000 ആയതുകൊണ്ട് ഇവിടെ 1000 ആക്കി എടുക്കുക. അപ്പോൾ 35:1 എന്ന് പറഞ്ഞിട്ട് ആണ് കിട്ടേണ്ടത്. അപ്പോൾ എലിഗേഷൻ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? ഈ സെൻറ്ററിൽ വരുന്ന ഈ വാല്യൂവിൻ്റെ ഒരു ഭാഗത്ത് വരുന്നത് ഈ വാല്യൂവിനേക്കാളും വലിയ വാല്യൂ, ഒരു ഭാഗത്ത് ഇതിനേക്കാളും ചെറിയ വാല്യൂ ആണ് വരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതുന്നത്. നമുക്ക് ഓൾറെഡി വലിയ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ വരുന്ന വാല്യൂ, അതായത് 19,000 മൈനസ് 1000, അതിൻ്റെ ഡിഫറൻസ് അല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 18,000. 19,000 മൈനസ് 18,000 ആണ് 1000 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ 18,000 നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇത് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അത്രയും സമയം വേണ്ട, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്നത് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. ആവറേജ് ഏജ് ഓഫ് 22 ടീച്ചേഴ്സ് ഈസ് 64 years. After involving a new teacher in that group, the average increases by 1 year. What is the age of the new teacher? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 22 ടീച്ചേഴ്സിൻ്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 64 ഇയേഴ്സ് ആണ്. ഒരു ടീച്ചർ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ആവാണ്. അപ്പോൾ എന്താ ആവുന്നത്? അവിടെയുള്ള 64 ഇയേഴ്സ് എന്ന് പറയുന്ന ആവറേജ് എന്താവാണ്? ഒന്നും കൂടി കൂടുകയാണ്, അതായത് 65ലേക്ക് ആവാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂ ടീച്ചറിൻ്റെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 64 ടീച്ചേഴ്സ് അല്ലേ? നമ്മൾ അങ്ങനെ 64 ഇൻറ്റു 22 വെച്ചിട്ട് സമ്മ് കണ്ടുപിടിച്ചിട്ട് അത് മൈനസ് അങ്ങനെയെല്ലാം വെച്ചിട്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് എലിഗേഷൻ വെച്ചിട്ട് ചെയ്യാം. എങ്ങനെയാണ്? ടോട്ടൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 64 ആണ്. ഇനി ഇവിടെ വരുന്നതാണ് ന്യൂ ടീച്ചറെ ഏജ് എന്ന് പറയുന്നത്. ഇവിടെ 22 ടീച്ചേഴ്സിൻ്റെ ഏജ് ആവറേജ് ഏജ് ആണ് 64 എന്ന് പറയുന്നത്. ഒരു ടീച്ചറത് നമുക്ക് തന്നിട്ടില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടാളതും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താവും? 65 എന്നാവും അല്ലേ? അതായത് ഇവിടെ 1ഉം കിട്ടണം, ഈ ഭാഗത്ത് നമുക്ക് എത്ര കിട്ടണം? 22
2 എന്നാണ് കിട്ടേണ്ടത്. കാരണം 22 ടീച്ചേഴ്സ് അല്ലേ, 22 ടീച്ചേഴ്സും പിന്നെ ഒരു ന്യൂ ടീച്ചറും 22:1 എന്ന് പറഞ്ഞാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വാല്യൂവിനേക്കാളും ചെറിയ വാല്യൂ ഓൾറെഡി കിട്ടി. ഇനി ഇതിനേക്കാൾ എന്താണ് വലിയ വാല്യൂ ആണ് വരേണ്ടത്. അപ്പം 65 + 22 എത്ര വരിക? 87. അങ്ങനെ അലിഗേഷൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അല്ലാതെ നിങ്ങൾ കാൽക്കുലേഷൻ വെച്ചിട്ടും ഇത് ചെയ്യാം, പക്ഷെ അത് കുറേ ടൈം കൺസ്യൂം ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ദി സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ എ സം ഫോർ 20 years ഈസ് 2/5 ഓഫ് ദി സം. വാട്ട് ഈസ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അതായത് 2/5 പി ആണ് ഇൻട്രസ്റ്റ്. പി ഇൻറ്റു 20 ഇൻറ്റു R/100. ഇവിടെ 5 വരും, ഈ 5ഉം പോയി. അങ്ങനെയാണെങ്കിൽ പിയും പോയി. R = എത്ര കിട്ടും? 2%. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ മിക്സ്ചർ milk and water are in the ratio of 2:3. Some milk is added to the mixture because of which ratio of milk and water becomes 10:3. How much milk was added as percentage of initial mixture? അതായത് ഒരു മിക്സ്ചർ ഉണ്ട്, അതിൽ മിൽക്കും വാട്ടറും ഉണ്ട്. ആദ്യം അത് രണ്ടും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. പിന്നീട് നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത സമയത്ത് ആ റേഷ്യോ എന്തായി മാറുന്നുണ്ട്? 10:3 ആയിട്ട് മാറുന്നുണ്ട്. മിൽക്ക് വാട്ടർ റേഷ്യോ എന്ന് പറയുന്നത് 10:3 ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വാട്ടറിൻ്റെ റേഷ്യോ എന്തുതന്നെയാണ്? ഈക്വൽ ആണ്. ഇവിടെ മിൽക്കിൻ്റെ ഇതാണ് കൂടുന്നത് അല്ലേ. അപ്പം ഇവിടെ എത്ര ലിറ്റർ കൂടി? +8 കൂടി അല്ലേ. ഈ +8 ഈ മിക്സ്ചറിൻ്റെ എത്ര ശതമാനമാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം 8/5 × 100 ആണ് ചെയ്യേണ്ടത്. ആൻസർ നമുക്ക് 160% ഓപ്ഷൻ 3 160% കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, അരവിന്ദ് ക്യാൻ ഡു എ വർക്ക് ഇൻ 20 days and Bakshi in 22 days. If they work on it together for 5 days, then the fraction of the work that is left is. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അരവിന്ദ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കുന്നുണ്ട്? 20 ദിവസം എടുക്കുന്നുണ്ട്. ബക്ഷി എത്ര ദിവസം എടുക്കുന്നുണ്ട്? 22 days എടുക്കുന്നുണ്ട്. ഇവരെ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 11:10 എന്നാണ് വരിക. അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് എത്ര കിട്ടി? 220 എന്ന് കിട്ടി. 220 വർക്കാണ് ടോട്ടൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 പേരും കൂടി ചേർന്നിട്ട് എത്ര ദിവസം വർക്ക് ചെയ്തു? 5 days വർക്ക് ചെയ്തു. അതായത് 2 പേരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 10 + 11 21. അപ്പം 21 × 5 days വർക്ക് ചെയ്യുമ്പോൾ എത്ര വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്? വർക്ക് കംപ്ലീറ്റഡ് ഇൻ 5 days എന്ന് പറയുന്നത് എത്രയാണ്? 5 × അവരുടെ എഫിഷ്യൻസി 21 അല്ലേ. അതായത് 105 105 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ എത്ര ഫ്രാക്ഷൻ ഓഫ് വർക്കാണ്? 105/220 അല്ലേ വരിക. 105/220 വർക്ക് ഫ്രാക്ഷൻ ഓഫ് വർക്കാണ് കംപ്ലീറ്റ് ആയത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്ര കംപ്ലീറ്റ് ആയി എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് 1 - 105 / 220 ചെയ്യാം. ഈ 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 220/220 എന്ന് എഴുതിക്കൂടെ? /105 / 220. ആൻസർ നമുക്ക് കിട്ടുക എത്രയാണ്? 220 - 105 എന്ന് പറയുന്നത് 5 115/220 എന്നാണ് കിട്ടുക. 115/220 എന്ന് പറഞ്ഞാൽ 23 / 44. 23 / 44. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ടോട്ടൽ വർക്ക് എത്ര ഫ്രാക്ഷൻ ഓഫ് വർക്ക്
ലെഫ്റ്റ് ആയി എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രാക്ഷൻ ഓഫ് വർക്ക് എന്ന് ചോദിച്ചാൽ വെറും വർക്കാണെങ്കിൽ എങ്ങനെയാ പറയുക, നമുക്ക് എത്രയേ വരുള്ളൂ, 115 ആണ് വരിക ആൻസർ. ഫ്രാക്ഷൻ ഓഫ് വർക്ക് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ ബൈസ് 35 pence ഫോർ എ റുപ്പി. ഹൗ മെനി പെൻസ് ഷുഡ് ഹി സെൽ ഫോർ എ റുപ്പി ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 40%? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരാൾ 35 പെന്ന് വാങ്ങിയിട്ടുണ്ട്, 1 രൂപയ്ക്ക് 35 പെന്ന് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 40% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ആ പെന്ന് 1 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ എത്ര പെന്ന് നമ്മൾ സെല്ല് ചെയ്താലാണ് നമുക്ക് 40% പ്രോഫിറ്റ് കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് 1 രൂപ എന്ന് പറയുന്നതിന് പകരം നമുക്ക് 100 രൂപയായിട്ട്, കാൽക്കുലേഷന് എളുപ്പത്തിന് വേണ്ടിയിട്ട് 100 രൂപയായിട്ട് എടുക്കാം. അതായത് 35 പെന്നിന് എത്ര രൂപയാണ്, 100 രൂപയായിട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിന് എത്ര രൂപ വരും, 100/35. നമുക്ക് ഇതിൻ്റെ 35 പെന്ന് 40% പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 40% പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വരണം, 140 രൂപയ്ക്ക് ഈ 35 പെന്നും സെല് ചെയ്യണം അല്ലേ. 35 പെന്നും 140 രൂപയ്ക്കാണ് സെല് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിന് എത്ര രൂപയാണ് വരിക, 140/35, അതായത് 4 രൂപ ഒരു പെന്നിന് വെച്ചിട്ട് നമ്മൾ സെല്ല് ചെയ്താലാണ് അയാൾക്ക് എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടുക, 40% പ്രോഫിറ്റ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ അയാൾ 100 രൂപയ്ക്ക്, അതായത് 1 രൂപയ്ക്ക് എന്നല്ല പറഞ്ഞത്, 1 രൂപ എന്നുള്ളത് നമ്മൾ 100 രൂപയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം 100 രൂപയ്ക്ക് 100/4 എത്ര പെന്ന് വിൽക്കണം, 25 പെന്ന് വിറ്റാലാണ് ഇത് പറഞ്ഞത് പ്രകാരം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്.